ഇതിലെല്ലാം നിലവിൽ അർജന്റീനൻ ടീമുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടു. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീന ടീം മാനേജ്മെന്റ് പണം അയക്കാൻ മെയിൽ അയച്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചത്. അവർ പറഞ്ഞത് 2 വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അതിനുശേഷം അവർ ഒക്ടോബറിൽ നിർബന്ധമായി കേരളത്തിലെത്തുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26-ൽ സ്വാഭാവികം നമുക്കത് കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒക്ടോബറാണ് ഉദ്ദേശിച്ചത്. എന്നാണ് 25 ഒക്ടോബർ. അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇതിൽ വലിയ കാര്യമൊന്നും അത് അവരാണ് തീരുമാനിക്കുന്നത്. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീം മാനേജ്മെന്റാണ്. അത് വസൂലാക്കാനുള്ള നടപടി. നമ്മളിപ്പോൾ ഈ തുക അടച്ചല്ലോ, സ്പോൺസർഷിപ്പിൽ പൂർണ്ണമായും സ്പോൺസറാണ്. അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത. ഇതിൽ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു വിധത്തിലും സാമ്പത്തിക ബാധ്യതയില്ല. മറ്റൊന്ന്, ഈ പണം അടച്ചാൽ എങ്ങനെ നഷ്ടപ്പെടും? നിങ്ങൾ കളിക്ക് വേണ്ടി പണം അടച്ചില്ല, നിങ്ങൾ വന്നില്ലെങ്കിൽ അതിന് നഷ്ടം കൂടി തരേണ്ടത് അവർ സംസ്ഥാനത്തിനാണ് തരേണ്ടത്. അത് തിരികെ കിട്ടും തീർച്ചയായും. എന്താ സംശയം? ഇത് കേന്ദ്ര കായിക മന്ത്രാലയം, ധനകാര്യ വകുപ്പ്, റിസർവ് ബാങ്ക് പോലുള്ള എല്ലാ സ്ഥാപനങ്ങളിലൂടെയാണ്, അതിന്റെ അനുമതിയോടാണ് ഈ പണം അടച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മറ്റൊന്നും മറച്ചു വെക്കാനില്ല. പൂർണ്ണമായിട്ടുള്ള എവിഡൻസോടുകൂടിയല്ലേ നമ്മൾ പണം അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും നഷ്ടം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലാണ്. പിന്നെ മറ്റൊരു കാര്യം, മറ്റുള്ള ഏത് കളിക്കാരും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ആ രീതിയിൽ തന്നെ നമ്മൾ കാണും. ഇതിപ്പം ഈ വർഷം വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. അവരറിയിച്ചതാണ്, നമ്മളത് അംഗീകരിച്ചിട്ടില്ല. അത്രയേ ഉള്ളൂ.